ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 11. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വതാ. വിവർത്തനം. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റുന്നു. ഭാവാർത്ഥം. ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ താമസിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉദ്ഘോഷിച്ചു നടക്കെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അക്കാലത്ത് ബനാറസിൽ വലിയ സ്വാധീനശക്തിയുണ്ടായിരുന്ന പ്രകാശാനന്ദ സരസ്വതി എന്ന മഹാപണ്ഡിതൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഒരു വികാരജീവിയെന്ന് പറഞ്ഞ് അപഹസിച്ചു. തത്വജ്ഞാനികളെന്ന് പറയുന്നവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഭക്തന്മാരിൽ മിക്കവരും അജ്ഞാന തമസിൽപ്പെട്ടവരും വൈജ്ഞാനികമായി വെറും ബാലന്മാരും വികാര ഭരിതരുമാണെന്നും അവർ കരുതുന്നു. ഇത് ശരിയല്ല. ഭക്തിയുടെ സിദ്ധാന്തങ്ങൾ നിരത്തിവെച്ച അനേകം മഹാപണ്ഡിതന്മാരുണ്ട്. ഇത്തരം കൃതികളുടെയോ ആധ്യാത്മിക ഗുരുവിൻ്റെയോ സഹായം തേടാൻ കഴിഞ്ഞില്ലെന്ന് വരികിലും നിർവ്യാജമായ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് സ്വഹൃദയസ്ഥനായ കൃഷ്ണൻ തന്നെ സഹായത്തിനെത്തും. ഏതു വിധത്തിലും കൃഷ്ണാവബോധം ലഭിച്ച നിർവ്യാജ ഭക്തന് ജ്ഞാനം ലഭിക്കാതെ വരില്ല. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക എന്നതാണ് ഏക യോഗ്യത. വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ ശുദ്ധ ജ്ഞാനമുണ്ടാവില്ലെന്നാണ് ആധുനിക തത്വജ്ഞാനികൾ കരുതുന്നത്. ഇതിന് ഭഗവാൻ തന്നെ ഈ ശ്ലോകത്തിലൂടെ ഉത്തരം നൽകുന്നു. വിദ്യാഭ്യാസമോ വൈദിക പ്രമാണങ്ങളെപ്പറ്റി വേണ്ടത്ര അറിവോ ഇല്ലാത്തവർക്ക് പോലും ശുദ്ധഭക്തിപൂർവം സേവിക്കുന്നതായാൽ തൻ്റെ സഹായം ലഭിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. നിരപേക്ഷ തത്വത്തെ, പരമതത്വത്തെ, പരമദിവ്യോത്തമ പുരുഷനെ ഊഹാപോഹങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനാവില്ലെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. മാനസിക പ്രയത്നം കൊണ്ട് മാത്രം ഭഗവാനെക്കുറിച്ചറിയാനോ അദ്ദേഹത്തെ പ്രാപിക്കാനോ സാധിക്കുകയില്ല. അത്രയും മാഹാത്മ്യമുണ്ട് അദ്ദേഹത്തിന്. മനുഷ്യൻ ഊഹാപോഹ വ്യഗ്രനായിക്കൊണ്ട് കോടാനുകൂടി വർഷങ്ങൾ കഴിച്ചുകൂട്ടിയാലും ശരി, ഭക്തനല്ലെങ്കിൽ, പരമതത്വപ്രേമിയല്ലെങ്കിൽ ഒരിക്കലും ആ പരമസത്യത്തെ, കൃഷ്ണനെ അറിയാൻ സാധിക്കുകയില്ല. ഭക്തിപൂർവം ചെയ്യുന്ന സേവനം കൊണ്ട് മാത്രമേ അദ്ദേഹം പ്രസാദിക്കൂ. ഭഗവാൻ തൻ്റെ അചിന്ത്യ ശക്തിയാൽ ഭക്തന്റെ ഹൃദയത്തിൽ സ്വയം വെളിവാകും. ഒരു വിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിൽ കൃഷ്ണൻ എപ്പോഴും വാഴുന്നുണ്ട്. സൂര്യ തേജസ്വിയായ അവിടുത്തെ സാന്നിധ്യത്തിൽ അജ്ഞാനാന്ധകാരം ഉടൻ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെയാണ് ഭഗവാൻ ശുദ്ധ ഭക്തജനത്തോടുള്ള വിശേഷ കാരുണ്യം കാട്ടുന്നത്. അനേക കോടി ജന്മങ്ങളിലെ ഭൗതികതാ സമ്പർക്കം മൂലം അഴിഞ്ഞുകൂടിയ മാലിന്യത്താൽ ധൂസരമാണ് മനുഷ്യഹൃദയം. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് നിരന്തരം ഹരേകൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചാൽ ഈ ധൂളിപടലം വേഗത്തിൽ നീങ്ങിപ്പോകുന്നു. വിശുദ്ധ ജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ ഭക്തിയുത സേവനം കൊണ്ട്, മന്ത്രജപം കൊണ്ടും മാത്രമേ വിഷ്ണുപദമാകുന്ന ആത്യന്തിക ലക്ഷ്യം പ്രാപിക്കാൻ കഴിയൂ. ഊഹാപോഹങ്ങൾക്കും വാദങ്ങൾക്കും അവിടെ എത്തിക്കാനുള്ള കഴിവില്ല. ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെപ്പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല. ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരുവാൻ കഴിയും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യാം. സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.